വെൽക്കം ബാക്ക് ടു വികെസി പ്രൈഡ് സെൽഫി. ചർച്ച സജീവമായി തുടരുകയാണ്. ചർച്ചയിലേക്ക് രാജ്മോഹൻ സാറിനോട് ഒരു സംശയം പോലെ തന്നെ ചോദിച്ചോട്ടെ. ഈ ആർട്ടിക്കിൾ 48 പ്രകാരം അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണല്ലോ ഈ പല സംശയങ്ങളും മാറ്റങ്ങളും അമെൻമെന്റ്സ് നിയമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് അതനുസരിച്ചിട്ടുള്ള ചർച്ചയാണ്. അല്ലാതെ ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത് വേറെയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ചർച്ച വരാൻ കാരണം 2016 ജൂലൈ 12 സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അത് ഈ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള നിയമത്തിൽ നിന്നുകൊണ്ട് ചട്ടം ഉണ്ടാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ല, നിയമത്തിന് പുറത്തുപോയി ചട്ടം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് 60 എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാമല്ലോ, ഈ ഭരണഘടന അനുസരിച്ചിട്ട് 3 ലിസ്റ്റുകളാണുള്ളത്. ആ ലിസ്റ്റിൽ 1 യൂണിയൻ ലിസ്റ്റ്, 2 സ്റ്റേറ്റ് ലിസ്റ്റ്, 3 കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ അതിൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഈ ക്രൂവൽറ്റി ടു ആനിമൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ സെക്ഷൻ 38 അനുസരിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന് മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ ഒരു റൂൾ കൊണ്ടുവരാൻ അവകാശമുണ്ട്. അതേ 38 പറയുന്നത് മാർക്കറ്റ് റെഗുലേഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റൂൾ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് അവകാശമില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റേറ്റിന്റെ കൺട്രോളാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റൂള്, ഈ 22 എന്ന് പറഞ്ഞ അതിലെ റൂള് 20 സെക്ഷൻ എന്ന് പറയുന്നത് സ്ലോട്ടറിന്റെ പർപ്പസിനായി ആനിമൽ മാർക്കറ്റിൽ മൃഗങ്ങളെ സെയിൽ ചെയ്യാൻ പാടില്ല, ആനിമൽസിനെ സെയിൽ ചെയ്യാൻ പാടില്ല. ഇവിടെ എല്ലാവരും പറയുന്നത് ബീഫ് നിരോധിച്ചു എന്നാണ്. ബീഫ് അല്ല നിരോധിച്ചത്, ഇവിടെ അറവാണ് നിരോധിച്ചത്. അതിൽ ബീഫ് മാത്രമല്ലല്ലോ, എല്ലാം വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ലഘൂകരിക്കാനാണ് നമ്മൾ ഈ ചർച്ച. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇതിനകത്ത് സ്ലോട്ടറിന്റെ പർപ്പസിനായി അനിമൽ മാർക്കറ്റിൽ സെയിൽ പാടില്ല എന്നാണ് ഇപ്പൊ റൂൾ കൊണ്ടുവന്നത്. എന്നിട്ട് ഈ കാറ്റിൽ എന്ന് പറയുന്നതിന് നിർവചനം കൊടുത്തു. ആടുമാടാണ് പണ്ട്. അപ്പോൾ അതിനകത്ത് പോത്ത് വന്നു, എരുമ വന്നു, ഒട്ടകം വന്നു കാറ്റിലിനകത്ത്. 2 ആനിമൽ മാർക്കറ്റിനെ റൂളിനകത്ത് നിർവഹിച്ചിട്ടുണ്ട്. സാധാരണ മാർക്കറ്റ്, അതിനോടൊപ്പം ലെയ്റേജ്. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ ഒരു കന്നുകാലിയെ കച്ചവടം ചെയ്യണമെങ്കിൽ ലെയ്റേജിൽ കൊണ്ടുപോയി പരിശോധന നടത്തി അതിന് രോഗമില്ലെന്ന് ബോധ്യം. 2 സ്ലാട്ടർ ഹൗസിനോട് ലെയ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു മൃഗത്തെ അറക്കണമെങ്കിൽ ലെയ്റേജിൽ കൊണ്ടുപോകണം. ഈ മൃഗത്തിന് യാതൊരു രോഗമില്ലെന്ന് ലെയ്റേജിൽ നിന്ന് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ സാധാരണ മാർക്കറ്റ്, അതിനോടൊപ്പം ഉള്ള ലെയ്റേജ്, പിന്നെ സ്ലാട്ടർ ഹൗസ്, അതിനോടൊപ്പം ലെയ്റേജ്, പിന്നെ പാർക്കിംഗ് പ്ലേസ്. അവിടെയൊക്കെ പഴയകാല നൂറ്റാണ്ടുകളായി കച്ചവടം നടക്കുന്നു. അതും ഇതിനകത്ത് ആനിമൽ മാർക്കറ്റ് പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൗപ്പൗണ്ട് എന്ന് വെച്ചാൽ കാലിത്തൊഴുത്ത്, പശുത്തൊഴുത്തിനകത്ത് മൃഗങ്ങളെ ഇട്ടിട്ട് അവിടെയും ഈ സെയിൽ നടക്കുന്നുണ്ട്. അതും നിരോധിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ആനിമൽ മാർക്കറ്റിൽ വന്നു. ഈ പറയപ്പെടുന്ന മൃഗങ്ങളെല്ലാം വന്നു. പോത്ത്, എരുമ, ഒട്ടകം അടക്കം വന്നു. ഇതിനെ സ്ലോട്ടർ ചെയ്യാൻ, ആനിമൽ മാർക്കറ്റിൽ സെയിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇവരൊക്കെ പറയുന്ന ബീഫല്ല, സകല മൃഗങ്ങളെയും അറുക്കുന്നതിനുള്ള നിരോധനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തോടുള്ള ഒരു കടന്നുകയറ്റമാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി ഇതിനോട് അനുബന്ധമായി പറയാം. 1960 ആക്ട് ആണ് പേരന്റ് ആക്ട്. ഇപ്പൊ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന റൂള് സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ്. അപ്പൊ ആക്ടിലെ ഒരു പ്രൊവിഷനും റൂളിലെ ഒരു പ്രൊവിഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്താൽ ആക്ടിലെ പ്രൊവിഷനെ നിലനിൽക്കും, റൂളിലെ പ്രൊവിഷൻ നിലനിൽക്കില്ല. ഇപ്പൊ അതിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോ ആക്ടും റൂളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്തു. എവിടൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ചെയ്തത്? 2ാമത്തെ ഘട്ടം ഞാൻ ചർച്ച ചെയ്യാം. ഇത് കേന്ദ്ര ഗവൺമെന്റിന് അവകാശമില്ലാത്ത നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിലേക്ക് ഒരു കടന്നുകയറ്റമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത്. ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാതെ ഇതിനെ കേവലം ഒരു പിന്നെ മൃഗങ്ങളെ അറുക്കുന്നത് നിരോധിക്കാനല്ല, ഒരു സംസ്ഥാനത്തിന്റെ മൗലികമായ അവകാശം, നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ശ്രമിച്ചിരിക്കുന്നു. അതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവം. അത് വെറും ബീഫിൽ ഒതുക്കണ്ട, ഇനി ഒരു മൃഗത്തെയും അറുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ അത് പറഞ്ഞോ, എന്റെ ഒപ്പം തന്നെ ചോദിക്കട്ടെ ഡോക്ടർ ബിജുലാലിനോട്. ഇപ്പൊ ഈ നിയമം വന്നതിന്റെ 2 ദിവസത്തിന് ശേഷം സംസ്ഥാന ഇതിന്റെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ അംഗീകൃതമായ ഒരു സ്ലോട്ടർ ഹൗസ് ഉദ്ഘാടനം ചെയ്തു. അപ്പം എന്താ ഇതൊരു ഐറണി അല്ലേ? ഇത് കശാപ്പ് മുഴുവനും നിരോധിച്ചു എന്ന് പറയുന്നു. അതിന്റെ 2 ദിവസത്തിന് ശേഷം ഒരു ലൈസൻസ് സ്ലോട്ടർ ഹൗസ് ഇവിടെ തുടങ്ങുകയാണ്. 2013, 14 അങ്ങനെ ഒരു ഘട്ടമായിട്ടായിട്ടുള്ള ഒരു 14 കോടി രൂപ സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതേപോലെ കേരള ഗവൺമെൻറ്, അതേപോലെ നബാർഡിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെയാണ് ഈ 31.2 കോടി രൂപയുടെ പദ്ധതി
രൂപം ചെയ്തത്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന 27-ാം തീയതി തലേദിവസം 26-ാം തീയതിയാണ് ഇങ്ങനൊരു നിയമം വന്നത്. പക്ഷേ നിയമത്തെ അന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ആനിമൽസിനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചെല്ലാം ചെയ്തപ്പോഴും പെട്ടെന്നാണത് വന്നത്. പക്ഷേ അന്ന് നിങ്ങൾക്ക് എവിടുന്ന് ഈ കന്നുകാലികളെ കിട്ടുന്നത്? ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ 2-3 കാലം, ഒന്ന് നമുക്ക് എന്തായാലും പുറത്തു തന്നെയാണ് നമുക്ക് കന്നുകാലി ചന്തകളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. 2 ഇതേപോലെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പാലക്കാട്, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഈ കന്നുകാലികളുണ്ട്. അതിനൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ബാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ സ്ലോട്ടർ ബാൻ ഇല്ല എന്നുള്ളൊരു വിഷയം ഞങ്ങൾക്കറിയാം. ഈ ബാൻ വന്നപ്പം മാർക്കറ്റുകളിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഈ സ്ലോട്ടർ ബാനിലെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരു ഈ ഇല്ലീഗൽ സ്ലോട്ടർ, അനധികൃത കശാപ്പ് നിർത്തിക്കൊണ്ട് പണ്ടേ നിയമമുണ്ട്. പക്ഷേ അതിവിടെ നടപ്പിലാവുന്നില്ല. ഇത് മാർക്കറ്റിൽ വന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ അത് മറ്റൊരു വിഷയമാണ്. നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ ആനിമൽസിനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇങ്ങനൊരു സ്ഥിതി വന്നപ്പം നമ്മൾ ഗവൺമെൻറ്റായിട്ട് നമ്മുടെ മിനിസ്റ്ററായിട്ടൊക്കെ സംസാരിച്ചപ്പം നമ്മൾ സ്വയം പര്യാപ്തയിലേക്ക് എത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും നമ്മൾ തന്നെ കന്നുകുട്ടികളെ കൊടുക്കുകയും അത് വളർത്തിയെടുക്കുകയും നമുക്ക് മാംസത്തിന് ഉപയോഗിക്കാനും പറ്റും. നമ്മൾ മനുഷ്യന്മാർ ശരിക്കും വെജിറ്റേറിയൻ അല്ലല്ലോ. പക്ഷെ നമ്മൾ എത്ര വർഷത്തേക്കായിരിക്കും ഒരു കന്നുകാലി നമുക്ക് 2.5 വയസ്സ് ഇപ്പം നമ്മളൊരു 6 മാസമുള്ള തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം ഒരു വർഷം ഉപയോഗിച്ചുണ്ട്. പിന്നെ വേറൊരു സംസ്കാരമുണ്ട്. നമ്മൾ ഈ വെജിറ്റേറിയൻ അല്ല, നമ്മളൊരു രണ്ടും കൂടെ മിശ്രിതമായതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ മാംസവും മത്സ്യവും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാരല്ല മനുഷ്യർ പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംസ്കാരം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പോൾ ഈ കന്നുകാലികൾക്ക് നമ്മൾ രൂപകൽപ്പന കൊടുക്കുമ്പോൾ ഇതിനെ നമ്മളൊരു പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ കർഷകരെ മുന്നോട്ട് നയിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ ഈ പശുക്കളുടെ പ്രസവം ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു വർഷം പ്രസവം കഴിയുമ്പോഴത്തേക്ക് പെണ്ണുമാണ്, മെയിലും ഫീമെയിലും ഉണ്ടാവുന്നുണ്ട്. അതിൽ മെയിലിനെ കർഷകർ ഉപയോഗിക്കുന്നില്ല. അതിനെ പല രീതിയിൽ അതിന് പാൽ കൊടുക്കാതെ ഒക്കെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയൊരു സംസ്കാരം. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ മാർക്കറ്റിൽ ഇപ്പൊ പശുവിനെ പാലിന്റെ ആവശ്യത്തിനാണല്ലോ ചെന്ന് വാങ്ങിക്കുന്നത് 10 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 15 ലിറ്റേഴ്സ് പാല് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പാല് കിട്ടില്ല ഈ പശുക്കൾക്ക്, പലപ്പോഴും പറ്റിക്കപ്പെടും. അപ്പൊ വീണ്ടും ഇവരിതിനെ പാലുണ്ടെന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റും, അറക്കാൻ തന്നെ അല്ലേ അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലാതെ വീട്ടിൽ എങ്ങനെ ഇറക്കാനോ? വീട്ടിൽ ഇറക്കാനല്ല സർ, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമല്ലോ. എവിടെ OXL പശുവിന്റെ ഫോട്ടോ ഇല്ല, വളരെ മാറ്റിട്ട് ഞാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരെയും പാർട്ടിയും കൂടെ ആണല്ലോ കേരളത്തില് തദ്ദേശ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത് ആണല്ലോ. അതിൽ 231 എടുത്തിട്ട് വായിച്ചു നോക്കുക. ഇന്ന് കേരളത്തിൽ നടക്കുന്ന സ്ലോട്ടറുകൾ നിയമവിധേയമാണോ? ഒരു പഞ്ചായത്തിൽ ഓരോ സ്ലോട്ടർ ഹൗസുകൾ തുടങ്ങണം, ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. ഈ ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷം സ്ലോട്ടർ ഹൗസിൽ മാത്രമേ അറക്കാവൂ. ഇത് നിങ്ങൾ പാസ്സാക്കിയ നിയമമല്ലേ കേരളത്തിൽ? ഇതാരെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അടുക്കളയിലേക്ക് ആള് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? 231 വേറെ സെൻട്രൽ ആക്ടിലൊന്നും നിങ്ങൾ പോണ്ട. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞ നിയമം. ഒരു കാര്യം പറയാം, നമുക്ക് എന്ത് തിന്നണമെന്ന് എനിക്ക് തീരുമാനിക്കാം. പക്ഷെ എന്തൊക്കെ തിന്നണമെന്ന് വിചാരിക്കാൻ പറ്റില്ല, അത് കഴിയില്ല. കാരണം നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് നാളെ മനുഷ്യനെ തിന്നണമെന്ന് ഞാൻ ആഗ്രഹിച്ച നടക്കൂ? അല്ല, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. നിയമവിധേയമായ പ്രവർത്തിക്കാൻ പറ്റൂ. ഈ നിയമവിധേയമായ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പത്മകുമാർ ഇപ്പൊ പറഞ്ഞത് നിയമമല്ല, 1960 ഉണ്ടാക്കിയതാണല്ലോ നിയമം. അതാണല്ലോ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ. ആ നിയമത്തിന്റെ 1960 ആക്ടിന്റെ 11(3) പറയുന്നുണ്ട് മൃഗങ്ങളെ കൊല്ലാം, പക്ഷേ അതിന് അൺനെസസറി പെയിൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഒരു നിയമം പാസ്സാക്കി ഏത് നിയമം നിലനിൽക്കുമ്പോഴും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ അതാണ് ബൈൻഡിങ്. ആക്ടും റൂളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്താൽ റൂള് ആക്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. റൂളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്താൽ നിലനിൽക്കില്ല. വെൽക്കം ബാക്ക് ടു VKC പ്രൈഡ് സെൽഫി. കശാപ്പും കശപിശയും. കശപിശ തുടരുന്നു.
പെയിൻ കൊടുത്ത് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാര് റോഡ് അരികിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു പശുക്കിടാവിനെ കഴുത്തറുത്ത് കൊല്ലുകയാണ്, എല്ലാരും കാണുക. അല്ല, കഴുത്തറുത്താണ് അത് എല്ലാത്തിനെയും കൊല്ലുന്നേ. അതിനല്ലേ അവിടെ അല്ലല്ല. കണ്ണൂർ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം, അവിടെ നിയമവിരുദ്ധമായിട്ട് ഒരു കന്നുകുട്ടിയെ കശാപ്പ് ചെയ്തു. നിയമവിരുദ്ധമായി നമ്മുടെ രാജ്യത്ത് കന്നുകളെ കശാപ്പ് ചെയ്യാൻ ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്ലാട്ടർ ഹൗസിൽ കൊണ്ടുപോകണം. ആ നിയമം ലംഘിച്ചു അവർ പരസ്യമായി ഒരു കന്നുകുട്ടിയെ കശാപ്പ് ചെയ്തു. അവനെ എല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി, ഓൾ ഇന്ത്യയിൽ നിന്നും പുറത്താക്കി, ഇവിടുന്ന് പുറത്താക്കി. എന്തുകൊണ്ടാ? അതിനെ കൊന്നതിനല്ല പുറത്താക്കിയത്, നിയമം ലംഘിച്ച് അതിനെ കൊന്നു, കശാപ്പ് ചെയ്തു. ഇതിനകത്ത് തർക്കമില്ലാത്തൊരു കാര്യം, ഒരു ആക്ട് അനുസരിച്ച് റൂൾ ഉണ്ടാക്കേണ്ട ഗവൺമെന്റ് ബാധ്യതയാണ്. ആ റൂള് ആക്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു തർക്കം വന്നാൽ ആക്റ്റാണ് നിലനിൽക്കുന്നത്, അതൊരു സത്യമാണ്. അത് രാജ്മോഹൻ താൻ പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? പശുവിനെ കൊല്ലാവോ കൊല്ലത്തില്ല, ഇതാണ് തർക്കം. എല്ലാവരും പത്മകുമാർ പറയുന്ന പശുവിനെ കൊല്ലുന്നതിന് കുഴപ്പമില്ലെന്ന്. അപ്പൊ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം, പ്രശ്നം തീർന്നല്ലോ. ഞാൻ പശുവിനെ കൊല്ലുന്ന നമുക്ക് രണ്ടാമത്തെ ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് അവിടെ അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. ജിജി ജോസഫ്, മൈനോറിറ്റി മോർച്ചയുടെ പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ എങ്ങനെയാ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം പോലെ തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങള് ഇപ്പൊ മൈനോറിറ്റി മോർച്ചയിൽ ഇപ്പൊ ഞാൻ പോത്തിറച്ചി വയ്ക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിലും പോത്തിറച്ചി വെക്കുന്ന ആൾ, കല്യാണത്തിന് പോത്തിറച്ചി വെക്കുന്ന ആൾ. ഞങ്ങൾക്ക് ഇതുവരെ ഇതൊരു റെസ്ട്രിക്ഷനായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു എപ്പോഴും ഞങ്ങൾക്ക് വേണ്ട എന്താ, നല്ല പോത്തിറച്ചി കിട്ടണം. അതിപ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും, ക്ഷയം പിടിച്ചതും അവിടെ ചാവാൻ കിടക്കുന്നതൊക്കെ വലിച്ചു കെട്ടി ഇവിടെ കൊടുന്ന് പറയട്ടെ. ഞങ്ങളത് പറഞ്ഞോട്ടെ. ഇപ്പൊ എന്താ പറഞ്ഞേ? കാലിച്ചന്ത കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ക്രയ വിക്രയം നടത്താനുള്ള പ്ലേസ് ആക്കി മാറ്റണം. നിങ്ങളുടെ വീട്ടിലൊരു പശുവുണ്ട്, ഈ പശുവിനെ കട്ട് ചെയ്യണമെങ്കിൽ സാധാരണ കാലിച്ചന്ത കൊണ്ടുപോകണം. അറുപതുകാരൻ വീട്ടിലൊന്നും മേടിച്ചോണ്ടു. ഈ നാട്ടിൽ അറുപതുശാല ഇല്ലാത്ത, നാട്ടിൽ അറുപതുശാല ഇല്ലാത്ത നാടാണോ ഈ കേരളത്തില്? അവൻ വീട്ടിലൊന്നും മേടിച്ചോണ്ടു കട്ട് ചെയ്യും, അതിനെന്താ പ്രശ്നം? പക്ഷേ പുറത്തുനിന്ന് വരുന്നത്, അതുപോലുള്ള ആരോഗ്യമില്ലാത്തത്, രോഗങ്ങളുള്ളത്, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാ. ഇവിടെ ഈ നിയമം വരുമ്പോൾ അല്ലല്ല, അല്ല പറഞ്ഞോട്ടെ, ആധാർ കാർഡ് വേണം, അങ്ങനെയൊക്കെയുള്ള. അല്ല, സ്വാമി ഇതൊന്നും പറഞ്ഞോട്ടെ. സ്വാമി ഒരു കാര്യം പറഞ്ഞല്ലോ, പശു ഇറച്ചി കഴിച്ചിട്ട് അല്ലെങ്കിൽ ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറിയാന്ന് പോലെ, അതിൽ തന്നെ മറ്റൊരുത്തന്റെ പ്ലേറ്റിലേക്ക് നോക്കുന്ന ഒരു മനസ്സുണ്ട്. അത് നോക്കണ്ടെന്ന് എന്റെ അഭിപ്രായം. എന്തിനാ മറ്റുള്ളവന്റെ പ്ലേറ്റിലേക്ക് നോക്കുന്നത്? സ്വാമി എപ്പോഴും സുരേന്ദ്രൻ എന്താ കഴിക്കുന്നത്, സി കെ പത്മനാഭൻ എന്താ കഴിക്കുന്നത്, അല്ലെങ്കിൽ ജെ ആർ പത്മകുമാർ എന്താ കഴിക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൃത്യമായി നിയമത്തിലൂടെ ഇവിടെ MPI വന്നല്ലോ. MPIയില് നമുക്ക് നല്ല മീറ്റ് കിട്ടില്ലേ? 200, അവിടെ 300, അവിടെ 300 വില. എന്താ ഉറപ്പ്? ആ ഉറപ്പ് വരുത്തന്നെ പറഞ്ഞ സർക്കാർ. ഗവൺമെന്റ് ഉറപ്പ് വരുത്തണം. എല്ലാ ഫുഡിലും വേണം. ബേബി ഫുഡിൽ പോലും ഇത്ര ശ്രദ്ധയില്ല. ഇവരൊന്നും അറിയാതെ വലിയൊരു കോർപ്പറേറ്റ് നമ്മൾ അടുക്കളയിലെത്തി 2011. അന്ന് ആരും അറിഞ്ഞില്ല. ഇന്ന് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കറി പോകാൻ ചേരാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? 7 വർഷം തടവാണ് അയഡിനില്ലാത്ത ഉപ്പ് ഉപയോഗിച്ചാൽ. ഫുഡ് അഡൾട്രേഷൻ ആക്ട് അനുസരിച്ച് 2011 അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് പാസ്സാക്കിയതാണ്. അന്ന് അടുക്കളയിലേക്ക് ഇത് വന്നത് ആരും അറിഞ്ഞില്ല. ഒരു കാര്യം അറിയും. കണ്ണൂര് ഇതാണ് പ്രശ്നം. നേതാവ് ഒരു കാര്യം പറഞ്ഞു, അത് ഈ റൂള് പഠിക്കാതെ ആശ്രമത്തിൽ ഞങ്ങൾ പിടിച്ചാൽ 7 വർഷം കഠിന തടവ് കിട്ടും. അയഡിൻ ചേർത്ത ഉപ്പേ പാടുള്ളൂ. ഈ അയഡിൻ ഇപ്പൊ എന്തായാലും നമ്മുടെ ഉപ്പളത്തിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു സെക്കൻഡ്, ഇദ്ദേഹം പറഞ്ഞത് ചർച്ച വഴിതെറ്റി പോകാതിരിക്കാൻ ഞാൻ പറയാം. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഈ കന്നുകാലികളെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവരോട് വീടുകൾ പറ്റുമെന്നാണ്. ഈ ആനിമൽ മാർക്കറ്റിന്റെ നിർവചനങ്ങളിൽ കൗ പൗണ്ട് ഉണ്ട്, കാലിത്തൊഴുത്ത്.
പശുവിന്റെ തൊഴുത്തുണ്ട്, അവിടെയും പറ്റില്ലെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ അത് വായിക്കാതെ ഇത് പറഞ്ഞു. കൗ പൗണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. കൗ പൗണ്ട് അവിടെ വെച്ച് ഇറക്കാൻ പാടില്ല, അവിടുന്ന് കച്ചവടം നടത്താൻ പാടില്ല. കൗ പൗണ്ട് അതും ആനിമൽ മാർക്കറ്റിൽ കാർഷിക സമ്പത്ത് നിലനിർത്താൻ വേണ്ടി ഇതുപോലെ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരികയാണ്. അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഈ ഇവിടെ വരുന്നത് നല്ല ആരോഗ്യമുള്ള പശു വേണം, ആരോഗ്യമുള്ള പോത്ത് വേണം. ഇതിനെ കൊണ്ടുവരുന്നത് ഇപ്പൊ കർഷകർ എവിടെ ചെന്നാ മേടിക്കുന്നത്? കർഷകനെ പശുവിനെ വെട്ടിട്ടെന്താ, അല്ലെങ്കിൽ പോത്തിറച്ചി ഇട്ടിട്ടെന്താ കാര്യം? അവർക്ക് ഇതിനെ അല്ലാതെ ഉപയോഗിക്കാൻ വേണം. ഇവിടെ വരുന്ന മുഴുവൻ അറക്കാനുള്ളത് എഴുന്നേറ്റ് നിൽക്കാൻ ചൂട്ട് വെച്ച് കത്തിച്ചിട്ട് എഴുന്നേറ്റ് നിർത്തി കൊല്ലുന്നവരുണ്ട്. അത് എഴുന്നേക്കില്ല ഈ സാധനം. അങ്ങനത്തെ തലക്ക് അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കൊല്ലുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ പറയുന്നത് ഇപ്പൊ പറയുന്നത് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ ഒരു ചർച്ചയില്? BJP-ക്കാരൻ അഖിലേന്ത്യാ പാർട്ടി ഭരണം നടത്തുക, അത് കോൺഗ്രസ്സുകാരൻ ഇത്ര നാളും ഭരിച്ചതാ. രണ്ടുപേരും കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ്. അതായത് ഐഡിന്റെ കാര്യം പറഞ്ഞ ഇവിടെ പത്മകുമാർ ശരിയാണത്. ഇപ്പോൾ കല്ലുപ്പ് വളരെ കുറവായി. അതെന്താ? അതും കോർപ്പറേറ്റ് ഭരണത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റുകളുടെ കച്ചവടം ചെയ്ത കോൺഗ്രസ് പാർട്ടി. അതുപോലെ ഇപ്പോൾ പശു കച്ചവടം അത് BJP കച്ചവടം ചെയ്തിരിക്കുക, മോഡി സഹാവ്. അപ്പോൾ രണ്ടുപേരും ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് രണ്ടും ചേർന്നുകൊണ്ട് നമ്മളെ കച്ചവടം ചെയ്യുക, എന്നിട്ട് പ്രസംഗിച്ച് രാജ്യത്തെ ജനങ്ങളെ തോപ്പിക്കണ്ട. പശു കച്ചവടം തെറ്റാണ്. ബീഫ് എക്സ്പോർട്ടേഴ്സ് ആരാണ്? ഇന്ത്യയിലെ സമ്പന്നന്മാര്. എനിക്ക് പറയാനുള്ള ഒരു വിഷയം ഇപ്പൊ പ്രചരണം എന്താ? മോദി ഫാസിസം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നിങ്ങളുടെ അടുക്കള പരിശോധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭക്ഷണത്തെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നു എന്നുള്ളതാണ്. എനിക്ക് ചെറിയൊരു അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ ക്യാൻറ്റീൻ ഈ മാസം അവധിയാണോ? അവിടെ 100% മുസ്ലിംസ് ഒന്നുമല്ല പഠിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി ഇപ്പൊ ഉണ്ടോ? ഒന്ന് ചർച്ച ചെയ്യാമോ? നോമ്പാന്ന് ഉച്ചക്കഞ്ഞി അവിടെ ഹിന്ദുക്കൾ അവർക്ക് എന്താ കൊടുക്കാത്ത? അവർക്ക് കൊടുക്കുന്നില്ല. അവിടെ കൊടുക്കുന്നില്ല. ഇത് വിഷയമല്ലേ? ഇത് വിഷയമല്ലേ? മറ്റേ എപ്പോഴും പോളണ്ടിലെ കാര്യം സംസാരിക്കില്ല. ഇത് നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. മനുഷ്യന് സ്വാതന്ത്ര്യമായി ഫുഡ് കഴിക്കാനുള്ള അനുവാദം ഉണ്ടാവണം. അത് ബീഫ് നിർത്തിയത് കൊണ്ട് നിരോധിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബീഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബീഫ് കിട്ടുന്നില്ല. നമുക്ക് ഹോട്ടലിൽ ബിസിനസ് ആണെങ്കിൽ പകുതി ബിസിനസ്സേ ഉള്ളൂ. ഇപ്പം നോമ്പ് കാലം ആൾക്കാർ വലിയ സാധാരണപ്പെട്ടവന് വന്ന് ആകാൻ ഒരു ബീഫ് മാറ്റി കഴിക്കാൻ കഴിയുന്നില്ല അവരെ കൊണ്ട്. ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട്, അടുത്ത മീനും കൂടി നിർത്തലാക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ഒരു മത്സ്യാവതാരം. കാമധേനുവിനെ അപേക്ഷിച്ച് ഗോമാതാവായിട്ട് പശുവിനെ അങ്ങ് അവർ നിരോധിക്കുകയാണ്. ഇനി അടുത്തത് മത്സ്യാവതാരത്തെ പ്രമാണിച്ച് മത്സ്യത്തെ നിരോധിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ആഹാരം കഴിക്കുക എന്നുള്ളത്, ഏത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതാത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ആരും തടുക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ബീഫ് നിരോധന പരിപാടി തികച്ചും തെറ്റായ ഒരു നടപടിയാണ്. കാരണം ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് എല്ലാവർക്കും ഓരോ റൈറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടമാണ് ഫുഡ് എങ്ങനെ കഴിക്കണം, ഏത് ടേസ്റ്റിൽ കഴിക്കണം. മറ്റേ ബാക്കി എല്ലാത്തിനും കോഴിക്കായാലും എല്ലാത്തിനും വില കൂടും. ഇപ്പം തന്നെ കോഴിക്ക് വില കൂടുതലാണ്. അപ്പം ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ഒരു കാരണമുണ്ട് എന്ത് കഴിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു സമയം തന്നാൽ ഈ നോട്ടിഫിക്കേഷൻ വന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരു 2 മിനിറ്റ് സമയം എല്ലാവരും കൊടുത്തിട്ട് തന്നാൽ മതി. ഇവിടെ അടുക്കളയിൽ ഉപ്പ് വന്നത് കോർപ്പറേറ്റുകളുടെ കടന്നുവരാണ്. ആ കോർപ്പറേറ്റുകളുടെ നയത്തെ, നവലിബറൽ നയങ്ങളെ പിന്തുണയ്ക്കുന്നതായിരുന്നല്ലോ കോൺഗ്രസും പത്മകുമാറിന്റെ പാർട്ടിയും. അതല്ലേ നടപ്പാക്കുന്നത്. ഞങ്ങളതിനെ പിന്തുണച്ചവരല്ല. അതിന്റെ മുഴുവൻ ആപത്തും എതിരായി പോരാടിയവരാണ്. അതാണ് അതേ സംബന്ധിച്ചുള്ളത്. രണ്ടാമത്, ഈ മാംസാഹാരം ഉപേക്ഷിക്കുന്നതിന്റെ ഫലമായി ഏറ്റവും ഇപ്പോൾ യുവമോർച്ചയുടെ ഒരാൾ ഇവിടെ ഇരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്, ദളിത് മൈനോറിറ്റി. ഇവിടെ ദേശീയ സാമ്പിൾ സർവേയുടെ ഒരു കണക്കുണ്ട്. ഇന്ത്യ മാട്ടിറച്ചി കഴിക്കുന്ന ഹിന്ദുക്കളിൽ 92.73% പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്.
ഈ മാംസം കഴിക്കാതിരുന്നാലുള്ളതിൻ്റെ ആപത്തിനെ സംബന്ധിച്ചും ഇവിടെ സർവേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ച് ആരോഗ്യമില്ലാത്ത പോഷകാഹാരക്കുറവും ബുദ്ധിക്കുറവുമുള്ള കുഞ്ഞുങ്ങൾ ലോകത്ത് ജനിക്കുന്നതിൽ 1/3 ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളും ഈ കേരളവുമായി തുലനം ചെയ്യുമ്പോൾ കേരളത്തിൽ ആ സൈസ് വരുന്നില്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 45% കുട്ടികൾ പൊക്കക്കുറവും തൂക്കക്കുറവും ഈ പറയുന്ന ബുദ്ധിമാന്ദ്യമുള്ളവരായി ജനിക്കുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മാടിനെ കൊല്ലാൻ മാട്ടിറച്ചിയുടെ ഘടനയും പറയും സസ്യാഹാരമാണ് ഏറ്റവും ബെറ്ററെന്ന് നമ്മുടെ സ്വാമിയൊക്കെ പറഞ്ഞല്ലോ. 1 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതിന് ഉള്ള മാട്ടിറച്ചി കഴിക്കുന്നതിന് 77 പൈസയെ ചിലവാകൂ. അതേസമയം 1 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതിനുള്ള ഒരു മുട്ട കഴിക്കണമെങ്കിൽ 1 രൂപ വേണം. കോഴി ഇറച്ചി കഴിക്കണമെങ്കിൽ 1 രൂപ 10 പൈസ വേണം. വൻകടല ഭരിക്കണം സസ്യം 1 രൂപ 25 പൈസ വേണം. കട്ടത്തൈര് കഴിക്കണമെങ്കിൽ 1 ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ 2 രൂപ 44 പൈസ വേണം. ഉഴുന്ന് കഴിച്ചാൽ 3 രൂപ 24 പൈസ വേണം. ഇത് കൊഴുപ്പ് നീക്കിയ പാല് കഴിച്ചാൽ 6 രൂപ 31 പൈസ വേണം 1 ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സാധനം ഈ ഇറച്ചിയാണ്. അപ്പൊ അതനുസരിച്ച് അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കേരളത്തിലെ ആൾക്കാർ തെക്കൻ ഇന്ത്യയിലെ ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്നവരാണ്. പറഞ്ഞാൽ പാർട്ടി ആദിവാസികളുടെ കാര്യമാണല്ലോ. അവർക്ക് അരി ആഹാരം കൊണ്ട് കൊടുക്കാനുള്ള വ്യവസ്ഥ പിടിക്കണ്ട. അരി ആഹാരം ടെസ്റ്റ് ചെയ്യാനാണ് പത്മകുമാർ ശ്രമിക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യരുത്. ആഫ്രിക്കൻ ഉള്ളതിനേക്കാൾ ഇരട്ടി ഭാരക്കുറവുള്ള കുട്ടികൾ ഇന്ത്യയിലാണ്. കേരളത്തിലുണ്ട്. ഇന്ത്യയും വ്യത്യസ്തമാണ്. അത് ഞാൻ പറയാം. വൈകല്യമുള്ള കുട്ടികൾ ശിശുമരണം പ്രസവിക്കുമ്പോൾ തന്നെ മരിച്ചു വീഴുന്ന കുട്ടികൾ ഇന്ത്യയിലെ ശരാശരി 1045 ഇവിടെ 8 കേരളത്തിൽ 8. നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ഈ ചർച്ച തുടരുകയാണ്. വെൽക്കം ബാക്ക് ടു VKC പ്രൈഡ് സെൽഫി. ചർച്ച സജീവമായി തുടരുകയാണ്. ചർച്ചയിലേക്ക്. മാം മാംസാഹാരിയാണോ? കഴിക്കുവോ? ബീഫ് കഴിക്കില്ല. പണ്ട് 35 വർഷം വരെ കഴിക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാറൊക്കെ പറയുന്നു ഇവരുടെ അടുക്കളയിലേക്കാണ് 35 വർഷം മുമ്പ് കഴിച്ചിരുന്നു. ഓക്കെ. അതെന്ത് പറ്റി അപ്പൊ നിർത്തി? എന്റെ മാരേജിന് ശേഷം അദ്ദേഹം കഴിക്കത്തില്ല, അതുകൊണ്ട് പാടില്ല, നിർത്തി. ബീഫിനോട് വിരോധമൊന്നുമില്ല? ബീഫ് കഴിച്ചിട്ടേ ഇല്ല. മാംസം വേറെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം വന്നു മനുഷ്യർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഭയവും പേടിയും ഒക്കെ സംഭവിക്കണു. മാഡത്തിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം വെച്ചാൽ പണ്ട് കാലങ്ങൾക്ക് നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും പണ്ടത്തെ പുരാതന കുടുംബങ്ങളില് ഒരു വീട്ടിൽ ഒരു തൊഴുത്ത് കാണും. രാവിലെ ഉറക്കം കഴിച്ചാൽ തൊഴുത്തിലാണ് നോക്കുന്നത്. പശുക്കളെ ഇങ്ങനെ കെട്ടിക്കും, അത് ഒന്ന് കണ്ട് തൊഴുക എന്നുള്ള ഒരു സമ്പ്രദായം പണ്ട് മുതൽ മിക്കവാറുള്ള വീടുകളിലുണ്ടായിരുന്നു. പണ്ട് ധാരാളം വയലും ഉണ്ടായിരുന്നു. കൃഷിക്ക് ആവശ്യമുള്ള കാളകൾ കാണും, ആവശ്യത്തിനുള്ള പാല് കാണും. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടായിരുന്നു. നമ്മുടെ ഒരു സംസ്കാരം അതും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സംസ്കാരം. കേരളത്തില് ധാരാളം പാടങ്ങളുണ്ടായിരുന്നു. ഇപ്പം ക്രമേണ പാടങ്ങളൊന്നും ഇല്ലാതായി. അപ്പോഴാണ് ഈ പശുക്കളുടെ കാര്യങ്ങളൊന്നും വേണ്ടാതായി. ഈ വളങ്ങളെ ചാണകം ധാരാളം കിട്ടുമായിരുന്നു. ഒന്നിനും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നില്ലായിരുന്നു. അതുപോലെ പാവപ്പെട്ട മറ്റുള്ള ഹരിജൻസിനാണെങ്കിലും ഇഷ്ടംപോലെ കൃഷി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കൊച്ചുനാളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പാടേ മാറി, പാടങ്ങളെല്ലാം തീർത്ത് ഫില്ല് ചെയ്ത് കെട്ടിടങ്ങളാക്കി കഴിഞ്ഞു. അപ്പോൾ സ്വമേധയാ തന്നെ നമ്മുടെ ഈ കന്നുകാലികളെയും ക്രമേണ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ കേരളീയ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം കഴിവതും ഈ സസ്യാഹാരങ്ങൾ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല വെജിറ്റബിൾസ് തന്നെയാണ്. ബീഫ് കഴിക്കുന്ന വിരളമായിരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ വീടുകളിലെ പശുക്കളെ എന്തെങ്കിലും വളരെ പ്രായാധിക്യം വന്ന് എന്തെങ്കിലും അസുഖം വന്ന് ചത്തുപോവുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ സ്ഥലം കാണും, അതിനെ കുഴിച്ചു മൂടാൻ അറക്കാൻ കൊടുക്കത്തില്ലായിരുന്നു വീട്ടിലുള്ളത്. അപ്പം ധാരാളം സ്ഥലമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥലമുള്ള 3 സെന്റും 2 സെന്റും 5 സെന്റും ഒക്കെ സ്ഥലമുള്ളിടത്ത് കൊച്ചു വീടുകൾ വെച്ചിട്ട് അതിനൊന്നും സ്ഥല സൗകര്യമില്ല. അപ്പോൾ എന്താ പറ്റുന്നത്, എവിടെയെങ്കിലും ഒരു പശു ഉണ്ടെങ്കിൽ അത് ഇത്രയായിട്ടുണ്ടെങ്കിൽ അതിനെ അറക്കാനായിട്ട് കൊടുക്കുന്നത്. ആ ഒരു പ്രവണത നമുക്ക് കാണാം. നമ്മുടെ വീട്ടിലുള്ള ഒരു പശു ഉണ്ടെങ്കിൽ അതിനെ അറുക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഒരു സങ്കടമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറി ഇപ്പം യങ്ങർ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ നോൺ വെജ് തന്നെ വേണം. പണ്ട് കാലത്താണെങ്കിൽ നമ്മുടെ ഈ ആളുകളൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ തലമുറകൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിന് മുമ്പേ അങ്ങ് ഇരിക്കുന്നുണ്ട്.
ബ്രെയിൻ വർക്ക് മാത്രം നടക്കുന്നുണ്ട്, ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കുകയും അതൊക്കെ ചെയ്യുന്ന കാരണം കുറേ മറ്റുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതിൻ്റെ കുറച്ച് ഞാൻ പിന്നെ പറയാം അടുത്ത പറയുമ്പോൾ. നമ്മൾ ഓഡിയൻസ് ഇവിടെ ഉണ്ട്. ഇത്ര നേരത്തെ ചർച്ച കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഈ ബീഫ് പാനിന് എതിരെയാണ്, സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈയിടെ ഒരു കോളേജ് ബീഫ് ഫെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ പല കോളേജ് യൂണിയൻസ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു വരുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കഴിക്കാറില്ല ബീഫ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചത്, ഓ അപ്പോൾ സംഖ്യയാണല്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഞാനൊരു പാർട്ടിയിലുള്ളത് കൊണ്ടോ അതോ മതത്തിന്റെ കാരണമോ അല്ല ഞാൻ ബീഫ് കഴിക്കാത്തത്. എനിക്കിഷ്ടമല്ല. എൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കഴിക്കാറുണ്ട്. അവരെന്നെ ഇന്ന് വരെ നിർബന്ധിച്ചിട്ടില്ല ബീഫ് കഴിക്കണമെന്നോ, അതോ ഞാൻ അവരെ നിർബന്ധിച്ചിട്ടില്ല കഴിക്കണ്ടെന്ന്. അപ്പോൾ അതെൻ്റെ ചോയ്സാണ്. അത് മാത്രമല്ല, എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ കേരളം ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ളത്. അതായത് ബാക്കി 28 സ്റ്റേറ്റ്സ് ഇനിയും ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 3 നേരം ഭക്ഷണം കിട്ടാത്ത ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പശു അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മയും സഹോദരി എന്ന വ്യത്യാസമില്ലാതെ അവർക്ക് നേരെ അതിക്രമങ്ങൾ എന്നും കൂടിക്കൂടി വരികയാണ്. അതിനെ ആരും പ്രിവെന്റ് ചെയ്യാൻ ഇത്രയും ശക്തമായൊരു നിയമം കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിനിയും നേടാനുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാതെ ബീഫ് പാനിന്റെ പുറകെ പോകുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമായിട്ടാണ് തോന്നുന്നു. അതുപോലെ ചൈന ഇപ്പോൾ റോഡിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പോഴും ബീഫ് പാനിന്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ എനർജിയും ടൈമും ബ്രെയിനും എല്ലാം ഇതിൽ വേസ്റ്റ് ചെയ്യണം. ബീഫ് കഴിക്കില്ല, മറ്റുള്ളവർ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരെയും അതിലേക്ക് ആ ഒരു ഇതിൽ കാറ്റഗറിയിലേക്ക് ഇടുന്ന ഒരു ശീലം ഉണ്ടോ? ഇപ്പം മോൾക്കുണ്ടായതാ. ഞാൻ ബീഫ് കഴിക്കില്ല, എന്നെ ആരും സംഘടനൊന്നും ചോദിച്ചിട്ടില്ല. എന്നെ സ്വാതന്ത്ര്യ കഴിക്കണോ വേണ്ടത്. പിന്നെ ഞാൻ കഴിക്കാത്തോണ്ട് അവർ കഴിക്കണ്ടെന്ന് പറയാനൊക്കെ ഓരോ മനുഷ്യന്റെ ഡിസ്കസ് ചെയ്യുന്ന ഈ സബ്ജക്റ്റിന് വളരെ അനുയോജ്യമായ ഒരു കമന്റാണ് ആ കുട്ടിയുടെ ഭാഗത്ത് തോന്നുന്നത്. ആ കുട്ടി ബീഫ് ഉപയോഗിക്കത്തില്ല, പക്ഷെ അദ്ദേഹത്തെ ആ കുട്ടിയുടെ വീട്ടിൽ എല്ലാവരും കുട്ടി ഉപയോഗിക്കണമെന്ന് വീട്ടുകാർ നിർബന്ധിച്ചിട്ടില്ല, വീട്ടുകാർ ഉപയോഗിക്കണമെന്ന് കുട്ടി നിർബന്ധിച്ചില്ല. അതാണ് ഓരോരുത്തരുടെയും മൗലികമായ അവകാശമാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അതിന് കഴിക്കാതിരിക്കാം, വീട്ടുകാർക്ക് കഴിക്കാം. ആ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ് ഈ റൂളിലൂടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ നിയമം ഞാനാണ് പറഞ്ഞത് മറച്ചു വെച്ചു എന്നാണ്. 2014 ഒരാള് ഗൗരി മൗലേഹി എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്ത കേസും വേറൊരു സംഘടന കൊടുത്തൊരു കേസും സുപ്രീം കോടതിയിൽ വരുന്നത്. അവർ കൊടുത്ത കാരണം എന്താ? ഈ പറഞ്ഞ പോലെ റംസാന്റെ കാര്യമല്ല, നേപ്പാളിലേക്ക് വർഷം ഒരു ഗതി മെയ് എന്ന് പറയുന്ന ഒരു ഉത്സവത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അവിടെ കൊണ്ടുപോയി കൊല്ലുന്നുണ്ട്, മൃഗബലിക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ. അപ്പൊ ഇത് തടയണമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇതായിട്ട് ഏകദേശം ഒരു 2 വർഷക്കാലം നിരവധി ഇടക്കാല ഉത്തരവുകൾ വന്നു. അന്ന് അത് വന്നതിന് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സെൻട്രൽ ഗവൺമെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും 2015 പറഞ്ഞു, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, ഈ SPCA നിയമം പാസ്സാക്കണം, ക്ഷേമസമിതി ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേര് ശാസ്ത്രസീമ ബെൽ ഡയറക്ടർ ജനറൽ ബെൻസിദാർ ശർമ്മ എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ണിത്താൻ പറഞ്ഞ പ്രശ്നം അവിടെയാണ്. മറ്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറഞ്ഞതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു 1960 മറ്റേ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആക്ടിൽ അമെൻമെന്റ് വരുത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാക്കിയതിനു ശേഷം 2017 ജാനുവരി മാസം 16-ാം തീയതി ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടു. അതിർത്തി സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി. എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചു. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ഓർഡിനൻസ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അല്ലാതെ ഈ ഗവൺമെന്റ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തീരുമാനിച്ചതല്ല ഇത്. കശാപ്പും കശപിശയും എന്ന വിഷയത്തിലെ കശപിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു VKC പ്രൈഡ് സെൽഫി. ചർച്ച സജീവമായി തുടരുകയാണ്. ചർച്ചയിലേക്ക്. ഇപ്പൊ നമ്മൾ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും പശുവിനെയും പോത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ പശു മാംസം അല്ലെങ്കിൽ
പശുമാംസം കയ്യിൽ വെച്ചതിന് ഒരാളെ തല്ലിക്കൊല്ല, അല്ലെങ്കിൽ ഇതിനെ കടത്തിക്കൊണ്ടുപോകുമ്പോ അതിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ല. ഒരു പ്രിയ സഹോദരി, ഈ മൊബൈൽ മോഷ്ടിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ ഒരാളിനെ അടിച്ചു വന്നിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് ഞാൻ ചോദിച്ചത് ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? അല്ല, താങ്കൾ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? മതേതരത്വത്തിന്റെ ഷോപ്പീസായിട്ട് അവരെല്ലാം കൊണ്ടു നടക്കുന്ന അഖിലേഷ് യാദവ് ആയിരുന്നല്ലോ. ആ അഖിലേഷ് യാദവിന്റെ പോലീസ് അല്ലേ അത് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തത് 16 പേരില്. ആ ചാർജ് ഷീറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുമോ? അറിയില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ ഈ രാഷ്ട്രീയ ദേശീയ കക്ഷികൾ എന്ത് ചെയ്തല്ല ആഗോള പ്രതിഭാസം? അല്ലല്ല, ആഗോള പ്രതിഭാസമല്ല. ഈ ബീഫ് ഞാൻ ചോദിക്കാൻ കാരണം ഒന്നാണ്, ആ പ്രതികളിൽ ഒരാൾ മരിച്ചപ്പോ അയാളെ ദേശീയ പതാക പൊതച്ച് കടത്തി അതിനോട് ആദരവ് കാണിച്ചു. ആര് പറഞ്ഞു? നിങ്ങൾ ഈ ഫോട്ടോഷോപ്പ്, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോഷോപ്പ് കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു മീഡിയ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ആരും അതിന് പ്രതിയല്ല. ഇതെല്ലാ കാര്യവും ചെയ്തവരെ പ്രതിയായുള്ളൂ. അങ്ങനെ ഞാനല്ല ഒരു ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ സംഘീയതല്ലേ വിളിക്കുന്നത്. സംഘം അല്ലല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. സംഘ BJP പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. കഴിഞ്ഞ ദിവസം ബ്രെഡ് എടുത്തോണ്ട് പോയതിന്റെ പേരിൽ ഒരു ചലച്ചിത്ര ആഹാരത്തിന് എടുത്തതിന്റെ പേര് രണ്ടുപേര് ഒരാളെ ഒരു കുട്ടിയെ അടിച്ചു വന്നു, ഇവിടെ തല്ലി. ഇവിടെ മഹാരാഷ്ട്രയില് പ്രതികളായതാരാ? ആദ്യ സംഖ്യ എന്ന് പറഞ്ഞു പ്രതികളുടെ പേര് വന്നു. ഞാൻ ഇപ്പൊ പറയുന്നില്ല. പേര് വന്നപ്പോ ആരും മിണ്ടാട്ടമില്ല. ഇന്നലെ ഒരു ദളിത് യുവാവിനെ പ്രേമിച്ച മുസ്ലിം പെൺകുട്ടി ഗർഭിണിയെ തല്ലിക്കൊന്നിട്ടുണ്ട്, ചുറ്റുകൊന്നിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. പ്രതികൾ ആരാന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്തപ്പോ ആരാ പ്രതി? കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഈ ബീഫിൽ തന്നെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. ബീഫിന്റെ കാര്യം തന്നെ ഒന്നും പറയട്ടെ. ഇപ്പൊ മധ്യപ്രദേശിൽ 2 മുസ്ലിങ്ങളുടെ കയ്യിൽ മാംസം വരുന്ന ആ ഇരുന്നവരെ ഇവർ BJP ആണോ RSS ആണോ എന്ന് എനിക്ക് ജയ് ശ്രീറാം സംഘക്കാര് അവരാരാണോ എന്തോ അവർ പോയി അവരെ തല്ലി കേൾക്കട്ടെ ടെലിവിഷനിൽ നമ്മൾ കാണുകയാണ്. അവർ കിടന്ന് നിലവിളിച്ച് അവർ അള്ളാന്ന് വിളിച്ച് തല്ല് സഹിക്കുക. അപ്പൊ പറഞ്ഞ് മേലാൽ അള്ളാവെന്ന് വിളിക്കരുത്, ജയ് ശ്രീറാം എന്ന് വിളിക്കണം. നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ ടെലിവിഷനിൽ. ഞാൻ പല TV ഇതിന്റെ ഞാൻ ഇത് പറഞ്ഞു നിർത്താം. ഇതിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ നമ്മളത്തെ മാടിനെ കൊണ്ടുവന്ന് പോത്തിനെ കൊണ്ടുവന്ന് അറുത്തുകാരെന്നു. അറുക്കുന്നതിനൊരു നിയമമുണ്ട്. അതിനെ പരിശോധിച്ച് മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയാവുന്ന മാടിനെ മറക്കാവുന്നൊക്കെ നിയമം അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. 15 ലക്ഷം കന്നുകാലികളാണ് ഓരോ വർഷവും കേരളത്തിൽ വരുന്നത്. ഇത് അത്രയും തിന്നു തീർക്കാണ്. 15 ലക്ഷം. അതുപോലെ 5 ലക്ഷം പേർ ഇതുമായി ഉപജീവനം കഴിക്കുന്നവരുണ്ട്. 6553 കോടി രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇതാണ് അതിന്റെ സാമ്പത്തിക വശം കേരളത്തിൽ. ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ, മാംസം കയറ്റുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ. 20% ബീഫും കയറ്റുമതി ചെയ്യുന്നത് അല്ല 20% 2ാം സ്ഥാനം നമുക്കാണ്. അതിൽ 50% ബീഫും കയറ്റുമതി ചെയ്യുന്ന ഇറച്ചി കയറ്റുമതി UP നിന്നാണ്. അവിടെയാണ് ഈ പറയുന്ന വിധത്തിലുള്ള യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാ സ്ലാട്ടർ ഹൗസും പൂട്ടാൻ പറഞ്ഞു. ഇതില് കശാപ്പ് നിരോധിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് കശാപ്പ് നിരോധിച്ച ചരിത്രം കേരളത്തിലുണ്ട്, ക്യൂബയിലുണ്ട്. ഞാൻ പോട്ട് 1944 ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ട് ഇവിടെ ഈ കന്നുകാലി കശാപ്പ്. അതിൽ പറഞ്ഞത് കാര്യം ഡെഫിഷ്യൻസി ഓഫ് കാറ്റിൽ എന്നുള്ളതാണ്. കാറ്റിലുകൾ കുറയുന്നു. ഇപ്പൊ മാഡം പറഞ്ഞല്ലോ കാര്യം, ഇത് കുറയുന്നു. ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് മാത്രം ഒരു റെഗുലേഷൻ വരുത്തിയെന്ന് മാത്രം കരുതിക്കൊണ്ടാൽ മാത്രം മതി. ഇത് ഓരോ 1971 കാറ്റിൽ കണക്കും 2012 കാറ്റിൽ കണക്കൂടെ പരിശോധിച്ചാൽ ഇടയ്ക്കൊക്കെ വഴിമാറി രാഷ്ട്രീയത്തിലേക്ക് മാത്രമായി ചർച്ച ഒതുങ്ങിയെങ്കിലും കശാപ്പും കശപിശയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ശുഭരാത്രി.